ആള് ഒരു പെൺകുട്ടിയാണല്ലോ തിരിഞ്ഞിരിക്കുന്നത്. എന്നാ ഷെയ്ൻ കാണാവോ? ആരോ തിരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ബാക്കില് ആരാ തിരിഞ്ഞിരിക്കുന്നത്? ഒന്ന് അടുത്ത് പോയി നോക്കുന്നോ ഷെയ്നെ? ഇവിടെ നോക്കിയാലും മതി. ആരാന്ന് നോക്കി പോയിട്ടൊന്ന് നോക്കിയെന്ന്. എന്നാലേ തിരിഞ്ഞ് അതാ ആരത് പറയട്ടെ. നയന എടോ അമ്മമ്മയാണോ? അമ്മ എന്താ വിശേഷം? യോസനങ്ങളൊന്നും മൈക്ക്. അതെ 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 ക്യാരക്ടറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മൈ ഗോഡ്, അങ്ങനെ സൂപ്പർ ഡാൻസർ കളഞ്ഞു. അയ്യോ നയന. പക്ഷെ എനിക്ക് ആ ഒരു ചെറിയൊരു ഹിന്റ് ശ്രദ്ധ വന്നത് അറിഞ്ഞു. അല്ല, ഇവരെല്ലാരും പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഞങ്ങളെയൊക്കെ മനസ്സിലാവോ എന്ന് തോന്നുന്നു. പക്ഷേ ഷെയ്ൻ ആദ്യം പറഞ്ഞു നയന. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിന്നെ കാണാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാനാ, നീ ബിസി സ്റ്റാർ പോയി പറഞ്ഞേ. അന്നത്തെ സൂപ്പർ ഡാൻസർ ഷെയ്ൻ നിഗത്തെ പറ്റി പറഞ്ഞേ. പറയട്ടെടാ. എനിക്ക് ഞാൻ 6ാം ക്ലാസ്സിലും ഇവൻ 7ാം ക്ലാസ്സിലും പഠിക്കുമ്പോ ഞങ്ങൾ ഒരുമിച്ച് പെയർ റൗണ്ട് ഒക്കെ കളിച്ചിട്ടുണ്ട്. ഹൊറർ ഡാൻസ് ഓർമ്മയുണ്ടോ? ആചാരി ഹൊറർ റൗണ്ട്. പ്രേതമായിട്ട് ഞങ്ങൾ അങ്ങനെ ചത്തു മരിച്ചു. സോ ഞങ്ങൾ പ്രേതങ്ങളായിട്ട് വരും. പ്രേതങ്ങളായിട്ട് വന്നിട്ട് ഡുവറ്റ് വൻ പരിപാടിയാ. അത് കഴിഞ്ഞിട്ട് പെയറായിട്ട് ഒരെണ്ണേ കളിച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാ ദിവസവും കാണുന്നവരായിരുന്നു. അതെ, പിന്നെ ഫാമിലി ആയിട്ട് അഭിയങ്കിൾ സിനുവാൻറ്റി എല്ലാരും വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ട്രിവാൻഡ്രത്ത് വരുമ്പോ എന്റെ വീട്ടിൽ വരും. ജോസൻ അങ്കിള്, ബിജി ആന്റി, അമ്മൂമ്മ, സിസ്റ്റർ ഉണ്ട്. എല്ലാരും നല്ല നല്ല ക്ലോസ് ആയി ഞങ്ങൾ ആ ടൈമില്. എനിക്ക് പക്ഷെ ഒരു ഭയങ്കര ഞെട്ടിയ കാര്യം എന്താണെന്നറിയോ? ഷെയ്ൻ ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ഭയങ്കര എലൈവ് ആണ്. എന്റെ അടുത്ത് ശ്രദ്ധയും പറഞ്ഞു അവനിപ്പോഴും എല്ലാം എനിക്ക് എല്ലാം ഫോട്ടോഗ്രാഫി എല്ലാം ഇമേജസ് സ്റ്റോറാണ്. അന്ന് എങ്ങനെയായിരുന്നു സെറ്റില്? ഭയങ്കര ബഹളം വെച്ച് നടക്കുന്ന ഒരു പയ്യൻസ് ആയിരുന്നു? ഒരിക്കലും അല്ല, ഭയങ്കര പാവം. ഇപ്പോഴും വീഡിയോ വീഡിയോന്റെ ഉണ്ട്, കാണിക്കില്ല കാണിച്ചു തരുമോ? അല്ല, ഫോണിലല്ല, ലാപ്പിലുള്ളത്. അതായത് ഞങ്ങൾക്ക് 15 പേരാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ഷെയ്ൻ നിഗം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ അവനിങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടിയാലും നല്ല സന്തോഷമുണ്ട്. അങ്ങനെ കരഞ്ഞ ഞാൻ പറയാം അതിന്റെ ഒരു കാരണം. ഞാൻ പറയാം, ഞാൻ ഡാൻസ് ട്രെയിനിങ്ങിന് പോയിട്ടില്ല, പഠിക്കാൻ പോയിട്ടില്ല. ഞാൻ സൂപ്പർ ഡാൻസറിൽ ജസ്റ്റ് ആ ഒരു ഉമ്മിച്ചിയാണ് പറയണത്. അതിന്റെ ഒരു ഇതിങ്ങനെ വന്നു, ആഡ് വന്നു. നമ്മുടെ നീരജേട്ടനൊക്കെ ഉള്ളതിന്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഷംന കാസിം, നീരജേട്ടൻ ആ സമയത്തുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ജൂനിയേഴ്സിനുള്ളതിന്റെ നമ്മൾ SMS കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടു. അങ്ങനെ ഉമ്മിച്ച് പറഞ്ഞ് വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തവണ പോയിട്ട് ചുമ്മാ അധികം ഒന്നും ട്രെയിൻ ചെയ്യാണ്ട് ഇട്ട ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയിട്ട് ഒന്ന് ഡാൻസ് ചെയ്തു. അപ്പോൾ സെലക്ട് ആയി. അപ്പോൾ ഇത് വെച്ച് സെലക്ട് ആയി എന്നുള്ള സീനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ട് ട്രെയിൻ ചെയ്തിട്ട് രണ്ട് റൗണ്ട് ഉണ്ട്. പിന്നെ അതിലൊരെണ്ണം എന്ന് പറയുന്നത് വെസ്റ്റേണും ക്ലാസിക്കലും കളിക്കണം, എല്ലാം കൂടെ 1 മിനിറ്റിൽ കളിക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ തൊപ്പി എടുത്ത് ലാസ്റ്റ് വെക്കണം. തൊപ്പി എടുത്ത് ഞാൻ വെച്ചില്ല കേട്ടോ. അപ്പോൾ മറ്റേ എൻ്റെ ഇത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഓർക്കണം തൊപ്പി എടുത്തിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ നൈസായിട്ട് പിന്നെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് തൊപ്പിയൊക്കെ എടുത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് അപ്പൊ അത് ഒരുപാട് കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഫസ്റ്റ് റിയാലിറ്റി ഷോ ആയിരുന്നു ആ സമയത്ത്. കേരളം മൊത്തം ഉണ്ടായിരുന്നു പറഞ്ഞാലും വലിയ എക്സാജറേഷൻ ഇല്ല, അത്രയധികം ആൾക്കാരുണ്ടായി. അങ്ങനെ അപ്പോൾ അത് എന്തോ ഭയത്തിന് പിന്നെ കിട്ടി. പിന്നെ ഉള്ളത് അവസാനത്തെ ഇതാ, അതിലാണ് ഫൈനൽ 15 സെലക്ട് ചെയ്യണം. അപ്പൊ എനിക്ക് ഉറപ്പ കിട്ടില്ല, 100% ഉറപ്പ കിട്ടില്ല. പിന്നെ എന്നാലും നമ്മൾ നിൽക്കുമല്ലോ. ഏറ്റവും ലാസ്റ്റ് എങ്ങാണ്ട് എന്റെ പേര് വിളിക്കുന്നത്, സെക്കൻഡ് ലാസ്റ്റ് എങ്ങാണ്ട് എന്റെ പേര് വിളിക്കുന്നത്. എന്റെ പൊന്നു, ഞാൻ മറ്റേ അതും ജഡ്ജസ് ഓഡിഷനെ കലാമാസ്റ്റർ ഒക്കെ ഇരുന്നത്. അയ്യോ, അപ്പൊ തന്നെ വിറയലായിരുന്നു. പക്ഷെ ആ ഷോ ഫുൾ ഭയങ്കര കമ്പനി ആയിരുന്നു. പേരൻസ് ആയിട്ടും ഞങ്ങൾ കുഞ്ഞു പിള്ളേരല്ലേ, ഫുൾ വരുന്നു, കളിക്കുന്നു, പോകുന്നു. ഷെയ്ന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തായിരുന്നു അപ്പാർട്ട് ഫ്രം ഡാൻസ്? അന്ന് കുസൃതി ഒപ്പിക്കുന്ന ആളായിരുന്നു? അല്ല, കുസൃതി അല്ല, ഭയങ്കര സൈലന്റ് ആയിരുന്നു. നല്ല ക്യാരക്ടർ ആയിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന. ലൈക്ക് എല്ലാ അമ്മമാർക്കും ഇങ്ങനെ താലി വലിച്ച് നടക്കുന്ന ഒരു പയ്യനായിരുന്നു. അതാണ് ഷെയ്ൻ നിഗം. പോയി. അല്ല, നിങ്ങൾ ഗേൾസിന്റെ അടുത്തൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര മുടി പിടിച്ച് വലിക്കുക അങ്ങനെ വല്ല പരിപാടി? ഇല്ല, ഫുൾ റൊമാൻറ്റിക് ആയിരുന്നു. അല്ലേടാ? ചെറുതായിട്ട് അന്നും എല്ലാ പെണ്ണുങ്ങളുടെ ഇടയ്ക്കായിരുന്നു ഷെയ്ൻ.
നമ്മള് ട്രാവലറിലൊക്കെ ഓരോ സ്ഥലത്ത് ഞങ്ങള് കലാമണ്ഡലത്തിൽ കൊണ്ടുപോകും. അപ്പോഴൊക്കെ ബാക്ക് സീറ്റിൽ ഫുൾ ഗേൾസ് ഇരിക്കുന്നുണ്ടാവും, നടുക്ക് ഷെയ്ൻ ഇരിപ്പുണ്ടാവും. അങ്ങനെയായിരുന്നു ആ സമയത്ത്. ഞാൻ അങ്ങനെ വലിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ അങ്ങനെ വേറെ രീതിയിലൊന്നും അല്ല. 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ കാര്യം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറെ നാൾക്ക് ശേഷം ബാല്യകാല അല്ല ഇത്രയും ബാല്യകാല സഖി എന്ന് പറഞ്ഞ പടത്തിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് അത് പേരായിട്ട്. ഓക്കെ, അപ്പോ ഇവര് രണ്ടുപേരും ഇരിപ്പുണ്ട്. ഓഡിയൻസിന് ഇനി 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു അവസരം തരികയാണേ. ചേച്ചിമാരൊക്കെ ഉണ്ട്, കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഷെയ്നോട് 2 ചോദ്യം ചോദിക്കാം. എന്തേ, ആർക്കാ? ചേച്ചിക്കാണോ? ആർക്കാ ചോദിക്കാനുള്ളത്? ചേച്ചിമാരിൽ ആർക്കോ ചോദിക്കാനുണ്ട്. ചോദിച്ചോ? ആ, ഉഷേച്ചിക്ക് എന്തോ ചോദിക്കാനുണ്ട്. ഉഷേച്ചി ചോദിച്ചേ. ആ ചേച്ചി ചോദിച്ചോ, എന്തുവാണോ ചോദിച്ചോ ഷെയ്ൻ്റെ അടുത്ത്. ഷെയ്ൻ്റെ എല്ലാ സിനിമയും എനിക്ക് ഇഷ്ടമാണ്. നല്ലൊരു നായകനാണ്. എൻ്റെ മകൻ ഇളയ മകനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാട്ടിലെ സീന് വളരെ ഇഷ്ടമാണ്. ആണ് അല്ല, ഷെയ്ൻ്റെ എന്താ ഏറ്റവും ഇഷ്ടം? എന്താ മൊത്തത്തിൽ ഈ കാണുമ്പോ ആ സ്ക്രീനിൽ കാണാനാണോ നേരിട്ടാണോ ഭംഗി കൂടുതൽ? രണ്ടിലും നല്ല ഭംഗിയാണ്. എന്നാലും എന്തെങ്കിലും ചോദിക്കാം, എന്തുവാണോ ചോദിക്കാം. ഈ പുതിയ സിനിമ വല്ലതും ഇപ്പൊ വരാനുണ്ട്, ലിറ്റിൽ ആർട്സ് ആണ്. അത് ഈ മാസം ഇറക്കാനാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി നിൽക്കുകയാണ്. അപ്പം ഷെയ്മിന്റെ സിനിമ പുതിയ ഇറങ്ങുന്ന സിനിമ ഞങ്ങൾ എല്ലാവരും പോയി കാണും. എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു ഫാമിലി എന്റർടൈനർ ആണ്, കോമഡിക്ക് പ്രാധാന്യമുള്ള സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. തൊട്ടടുത്തിരിക്കുന്ന ചേച്ചിക്ക് എന്തോ ചോദിക്കാനുണ്ട്. ചോദിച്ചോ ചേച്ചി, ധൈര്യം ചോദിച്ചോ. ഹായ് ഷെയ്ൻ, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ബീന ഷെല്ലി. പിന്നെ എൻ്റെ മോൻ ഷെയ്ൻ്റെ ഒരു റിസംബിൾസ് ആണ്. ഈ ഒരു ഷേപ്പാണ് മോൻ്റെ ഫേസ്. അതുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കര സ്മാർട്ടാണ്. എപ്പോഴും ഈ ഷെയ്ൻ്റെ ഫിലിമൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ഇരുന്ന് ഈ കാണിക്കലും മുടിയൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ആക്ഷനൊക്കെ കാണിക്കും. പിന്നെ ഷെയ്നോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി ഏത് തരത്തിലുള്ള ഒരു ഹീറോയിനാണ് ഷെയ്ൻ പ്രതീക്ഷിക്കുന്നത്? ഹീറോയിൻ? ഹീറോയിൻ അങ്ങനെയല്ല, നമുക്കൊരു മനസ്സിലുണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു ഹീറോയിനെ കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെയുണ്ടോ? ചേച്ചി സൂപ്പർ ക്വസ്റ്റ്യൻ കേട്ടോ ചേച്ചി. അത് നല്ലൊരു ചോദ്യമായി പോയി.